എല്ലാവർക്കും സുഭാഷ് മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു എൻട്രൻസ് ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ഇതിനു മുൻപ് NDA കുറിച്ചായിരുന്നു ഈ വർഷം ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ അയക്കുന്നതിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും NDA 1-ൻ്റേത്, NDA 2 സെപ്റ്റംബറിലാണ്. അതിനുള്ള ആപ്ലിക്കേഷൻ ഫോം നേരത്തെ നമുക്ക് കൊടുക്കേണ്ടി വരും. എല്ലാവരും ഈ സെപ്റ്റംബറിലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒത്തിരി അങ്ങ് ലേറ്റ് ആകും. അപ്പോഴത്തേക്ക് നമ്മുടെ സമയമെല്ലാം കഴിയും. ഇതൊരു ഓൾ ഇന്ത്യ എൻട്രൻസ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് NDAയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഏറ്റവും നേരത്തെ തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുകൊണ്ട് 2-3 മാസം മുമ്പേ ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കേണ്ടി വരും. അത് എല്ലാവരും അടുത്തതിന് ശ്രദ്ധിച്ചോണം. ഫസ്റ്റ് എൻട്രൻസ് മീൻസ് NDA 1 പലർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റാതെ തന്നെ ഒത്തിരി പേര് വിളിച്ചു ചോദിച്ചിരുന്നു ഇങ്ങനെ ടൈം കഴിഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് സെക്കൻഡിനെയും ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. നമ്മളിന്ന് മറ്റൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എൻട്രൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, കുസാറ്റ്. കുട്ടികളിങ്ങനെ എൻട്രൻസുകളെ കുറിച്ച് ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ. എന്തൊക്കെയാണ് എൻട്രൻസുകൾ, ഏതൊക്കെയാണ്, ഏത് എൻട്രൻസിൽ കൂടെ ഏതൊക്കെ നേടാം എന്നൊക്കെയുള്ളത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്മുടെ കേരളത്തിലുള്ള വളരെ നല്ല രീതിയിൽ കൂടെ റാങ്കിങ്ങിൽ മുന്നേറ്റം കാണിക്കുന്ന ഒരു എൻട്രൻസാണ്, മീൻസ് ഒരു സ്ഥാപനമാണ് കുസാറ്റ്. ആ കുസാറ്റിൻ്റെ എൻട്രൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു, പക്ഷേ ഈ കീം പോലെയൊന്നും അത്രയും കുട്ടികൾ ഇതിന് എൻ്റർ ആവാറില്ല. കാരണം അതിനനുസരിച്ചുള്ള കോളേജസുകളൊന്നുമില്ല. പക്ഷെ ഒത്തിരി നല്ല അടിപൊളി കോഴ്സസ് ഉണ്ട്. കിട്ടിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ ഒരു ജോലിക്ക് സാധ്യതയുള്ളതാണ്. പ്ലേസ്മെൻറ്റ് അതേപോലെ കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഒന്ന് കയറാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്ത് തുടങ്ങാൻ സമയമായിട്ടുണ്ട്. ഫെബ്രുവരി 26 വരെയാണ് നമുക്ക് ഇത് ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ്. നമ്മുടെ ജനുവരി 27 തുടങ്ങി ഫെബ്രുവരി 26 വരെയാണ്. മാർച്ച് വരെ വേണമെങ്കിൽ നീട്ടാം. ഫൈനൊക്കെ അടിക്കാൻ മീൻസ് ഫൈൻ അടയ്ക്കാനുണ്ടെങ്കിൽ മാർച്ച് വരെ നമുക്ക് വേണമെങ്കിൽ നീട്ടി വെച്ച് ആപ്ലിക്കേഷൻ അയക്കാം. വിത്ത് ഫൈനോടുകൂടി മാർച്ച് വരെ പറ്റും കേട്ടോ. പിന്നെ എക്സാം വരുന്നതിൻ്റെ ഏകദേശം ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 10, 11, 12 മെയ്യിലാണ്. അഡ്മിറ്റ് കാർഡ് ഏകദേശം May 1 കിട്ടി തുടങ്ങും. April ലാസ്റ്റോ അല്ലെങ്കിൽ May 1 കിട്ടി തുടങ്ങും. ഫീസ് ഇത്തിരി ഇമ്മിണി കൂടുതലാണ്. 1200 രൂപയാണ് ജനറൽ ആൻഡ് OBC, 600 രൂപ SC ST. പിന്നെ ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാമല്ലോ, ഇതും കൂടെ 6500 രൂപയൊക്കെയാണ്. അവർക്ക് ഇത്തിരി കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡോക്യുമെൻറ്റ്സുകൾ എന്തൊക്കെയാണ് വേണ്ടത്. നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ഡോക്യുമെൻറ്റ്സ് വേണമല്ലോ. ഒന്നാമത് നമുക്ക് മാർക്ക് ഷീറ്റ് ഓർ സർട്ടിഫിക്കറ്റ് ഓഫ് 10 or +2. അപ്പം നമുക്ക് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ +2 സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, അപ്പോൾ അവർക്ക് 10ൻ്റെ മാത്രം മതി. ഓക്കെ, ചിലപ്പോൾ 12th കഴിഞ്ഞിട്ട് പിന്നെ ഒരു റിപ്പീറ്റ് ചെയ്തൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അത് അവർക്ക് അപ്ലോഡ് ചെയ്യാം. അല്ലാത്തവർക്ക് 10th മാത്രം മതി. ഓക്കെ, ഇപ്പോൾ നമ്മളിത് BTECനെ കുറിച്ചാണ് പറയുന്നത്. ഇവർക്ക് ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്, BTEC പ്രോഗ്രാംസ് ഉണ്ട്, പിന്നെ ഇൻ്റഗ്രേറ്റഡ് MSCs ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സാധ്യതയാണ്. നമ്മളിപ്പോൾ ഇത് BTEC കോഴ്സിനെ കുറിച്ച് മാത്രം പറയുന്നത്. CAT കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, CAT അതിനെക്കുറിച്ചാണ്, CAT. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, സ്കാൻഡ് കോപ്പിയാണ് രണ്ടിൻ്റെയും വേണ്ടത്. നെക്സ്റ്റ് നമുക്ക് പ്രൂഫായിട്ട് ഫോട്ടോ ID, ഫോട്ടോയ്ക്കുള്ള ID പ്രൂഫായിട്ട് കൊടുക്കേണ്ട ആധാർ പറ്റും, ബാങ്ക് പാസ്ബുക്ക് പറ്റും, റേഷൻ കാർഡും പറ്റും. ഓക്കെ, നെക്സ്റ്റ് മൊബൈൽ നമ്പർ നമുക്ക് വർക്കിംഗ് ആയിട്ടുള്ളത് വേണം. നെക്സ്റ്റ് ഒരു ഇമെയിൽ IDയും വർക്കിംഗ് ആയിരിക്കണം. അതിനുള്ളിലാണ് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം, അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരുന്നെങ്കിൽ നമുക്ക് അതിൽ നിന്നുമാണ് കാര്യങ്ങൾ മനസ്സിലാക്കി എന്തൊക്കെയാണ്, എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് കിട്ടാനുള്ള. ഇനി മറ്റുള്ള കാര്യങ്ങളെല്ലാം വരും, സിലബസ് വരും, നെഗറ്റീവ് മാർക്സ് എല്ലാം, ഏതൊക്കെ സബ്ജക്റ്റുകൾ, ഏതൊക്കെ സിലബസ്, അതിനുള്ളിൽ എത്ര ക്വസ്റ്റ്യൻസുകൾ എല്ലാം കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്തോണം. എല്ലാ എൻട്രൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വരും. നെക്സ്റ്റ് ക്ലാസ്സസ് വരും അടിപൊളിയായിട്ട്. പിന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കൂടെ പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെയുള്ള ക്ലാസ്സും കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് അങ്ങോട്ട് തയ്യാറായിക്കോ. നിങ്ങളുടെ +2 കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ലക്ഷ്യം വേണം, നല്ലൊരിടത്ത് പഠിക്കാൻ കയറാൻ വേണ്ടിയുള്ളത്. അപ്പോൾ അതിനുള്ള അവസരങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇതിലേതെങ്കിലുമൊക്കെ നമ്മളൊന്ന് എറിഞ്ഞു നോക്ക്, ഒരെണ്ണം കിട്ടും. അങ്ങനെ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരു വഴിയാവും. ഓക്കെ, ഗുഡ് ബൈ.